കോഴിക്കോട് മരിച്ച വിദ്യാർത്ഥിയെ ഇടിച്ചിട്ട കാറ് കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊയിലാണ്ടി ചേമഞ്ചേരി സ്വദേശിയായ ഫർസീൻ അഹമ്മദാണ് ഇന്നലെ രാവിലെ അപകടത്തിൽ മരണപ്പെട്ടത്. ഇടിച്ച കാറ് നിർത്താതെ പോവുകയായിരുന്നു. സനിറ്റ വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സനിറ്റ, നിലവിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം എന്താണ്? സേതു, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ, ഈ അപകടത്തിൽ എന്തായാലും പോലീസിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ആ ഇടിച്ചിട്ട കാറിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ബൈപ്പാസിന് സമീപം ഈ എലത്തൂരായിരുന്നു ഇത്തരത്തിൽ വലിയ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഫർസിൽ അഹമ്മദിനെയാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ കുട്ടി 18 വയസ്സ് മാത്രമുള്ള കുട്ടി കോഴിക്കോട്ടേക്ക് വരുന്ന സാഹചര്യത്തിലാണ് എതിർവശത്തു നിന്നും ഒരു കാറ് നേരെ പാഞ്ഞ് കുട്ടിയെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിലും വലിയ പരിക്കുകൾ ഉണ്ടായി. തുടർന്ന് വലിയൊരു ദാരുണമായ സംഭവം, സങ്കടകരമായ വിഷയം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റോളം കുട്ടി രക്തം വാർന്ന് ആ റോഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത് CCTV ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വണ്ടി നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുവാനോ അത് വ്യക്തമാകുന്ന സാഹചര്യം ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെയും ഇടിച്ചിട്ട കാറിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ ചർച്ചയായിരുന്ന വിഷയമായിരുന്നു. എന്തായാലും നിലവിൽ കുട്ടി മരണപ്പെട്ടു. വളരെ സങ്കടകരമായ വിഷയം തന്നെയാണ്. ആ കാറിനായിട്ടുള്ള അല്ലെങ്കിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാറിനും ആ വ്യക്തിക്കുമായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഓക്കെ സന്ധ്യ, എത്രയും വേഗം